ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 52. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസിറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചുകൊണ്ടു പോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? അവിടുന്ന് അരുളിച്ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവരറിയും. ഇതാ, ഞാൻ ഇവിടെയുണ്ട്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിൻ്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവീൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവീൻ, പോകുവീൻ, അവിടെ നിന്ന് കടന്നു പോകുവീൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവീൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. കർത്താവിൻ്റെ ദാസൻ, എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. പ്രിയ ദൈവജനമേ, ബാബിലോണിലെ പ്രവാസത്തിൻ്റെ അതികഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശ പകരുന്ന ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് ഏശയ്യാ പ്രവാചകൻ 52-ാം അധ്യായത്തിലെ ഈ സന്ദേശം നമുക്ക് നൽകുന്നത്. അടിമത്തത്തിൻ്റെ ചങ്ങലകളിൽ തളർന്നു കിടന്ന സിയോനോട് ഉണരാനും മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാനും ദൈവം ആഹ്വാനം ചെയ്യുന്നത് നാം ഇവിടെ കാണുന്നു. അസീറിയയുടെയും ബാബിലോണിൻ്റെയും ഭീകരമായ രാഷ്ട്രീയ അടിച്ചമർത്തലുകളിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ മോചിപ്പിക്കുന്ന വിമോചനത്തിൻ്റെ കാഹളമാണ് നാം കേൾക്കുക. അന്നത്തെ രാജാക്കന്മാരുടെ പരാജയങ്ങൾക്കിടയിലും യഥാർത്ഥ രക്ഷകൻ ദൈവമാണെന്ന് പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് മനമുരുകുന്ന ദൈവത്തിൻ്റെ ചിത്രം ഏശയ്യാ പ്രവാചകൻ അതീവ ഹൃദ്യമായി ഇതിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഈ പ്രവചനം ബാബിലോണിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഭാഗികമായി നിറവേറിയെങ്കിലും ഇത് ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണമായ രക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാസത്തിൻ്റെ ഇരുളിന് ശേഷം പ്രത്യാശയുടെ പ്രഭാതം ഉദിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച പ്രവാചകൻ്റെ ധീരമായ നിലപാട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ നീതിയും പാപത്തിന്മേലുള്ള അവിടുത്തെ വിധിവാചകങ്ങളും ഈ അധ്യായത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾക്കും ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർക്കും മേൽ ദൈവത്തിൻ്റെ വിധി വരുമെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ഈ ശിക്ഷാവിധിയിലേക്കാളുപരി ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യവും തൻ്റെ ജനത്തെ പുനരുദ്ധരിക്കാനുള്ള വാഗ്ദാനവുമാണ് ഇവിടെ തെളിഞ്ഞു കാണുക. തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ച് സമാധാനം പ്രസംഗിക്കുന്നവൻ്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണെന്ന് പ്രവാചകൻ ആവേശത്തോടെ ഉദ്ഘോഷിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് പീഡകൾ സഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള സൂചനകൾ ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. മാനുഷികമായ ശക്തിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഭുജത്തിലാണ് യഥാർത്ഥ വിമോചനം ഇരിക്കുന്നതെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അശുദ്ധി വെടിഞ്ഞ് വിശുദ്ധിയോടെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഈ പ്രവചനം വലിയൊരു ആത്മീയ പാഠവുമാണ്.
ആധുനിക കാലഘട്ടത്തിലെ ആത്മീയ അടിമത്തങ്ങളിൽ കഴിയുന്ന ഓരോ വിശ്വാസിക്കും യേശയ്യാ പ്രവാചകൻ്റെ ഈ വാക്കുകൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ലോകത്തിൻ്റെ പാപപങ്കിലമായ സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഇറങ്ങി വരാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു. സമകാലീന ലോകത്തിലെ അനീതികൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ ദൈവം തൻ്റെ ഭരണം സ്ഥാപിക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അടിമ ചങ്ങലകൾ തകർക്കാനും പാപ ചങ്ങലകൾ മാറ്റാനും ഹൃദയത്തിലെ തകർച്ചകൾ മാറ്റാനും ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കുമെന്ന് നാം ഇതിലൂടെ ഗ്രഹിക്കുന്നു. ലോകം നൽകുന്ന നശ്വരമായ സുഖങ്ങളെക്കാൾ ദൈവത്തിൻ്റെ സമാധാനത്തിന് മുൻഗണന നൽകാൻ പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സുവിശേഷത്തിൻ്റെ വാഹകരായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. വൈകരുത് ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ. നിരാശയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ വചനങ്ങൾ ഇന്നും ജീവസുറ്റതാകുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് യേശയ്യാ 52 അധ്യായം വലിയൊരു മുന്നൊരുക്കത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. കർത്താവിൻ്റെ മഹത്വം ലോകം മുഴുവൻ ദർശിക്കുന്ന ആ വലിയ ദിവസത്തിനായി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. അവിടുത്തെ വരവിൽ ലജ്ജിക്കാതെ നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ മാരിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുക്തരാകാം. പഴയ പ്രവചനങ്ങൾ യേശുവിലൂടെ പൂർത്തിയായതുപോലെ അവിടുത്തെ മഹത്വപൂർണ്ണമായ മടങ്ങിവരവും നിശ്ചയമായും സംഭവിക്കുമെന്ന് നാം വിശ്വസിക്കണം. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരാനും പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനും ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഉറങ്ങി കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്രിസ്തുവിനോടൊപ്പം നിത്യമായി വസിക്കാനുള്ള നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ ഒരുമിച്ച് ആഴപ്പെടാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.